ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊരു മനോരോഗിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ഫുള്ള് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിട്രോയ് എഫക്റ്റ് എന്നാണ് ഇതിന് പറയുക. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഐഫോൺ യൂസേഴ്സിനാണ്. നമ്മളൊരു ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹെഡ്സെറ്റ് ഉണ്ടാവും, നമ്മുടെ പഴയ ഹെഡ്സെറ്റ്. അപ്പോൾ അത് മാറ്റാൻ നമുക്ക് തീരുമാനിക്കും. നമ്മൾ വിചാരിക്കും വേണ്ട, നമുക്ക് ഐഫോണിൻ്റെ തന്നെ ഹെഡ്സെറ്റ് വാങ്ങാം. സോ നമ്മൾ വേഗം പോയിട്ട് ഐഫോണിൻ്റെ ഹെഡ്സെറ്റ് വാങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ലാപ്ടോപ്പ് അത്ര പോരാ, പത്രാസ് വളരെ കുറവാണ്. സോ നമ്മൾ നേരെ ലാപ്ടോപ്പ് വാങ്ങാൻ പോകും. അങ്ങനെ ലാപ്ടോപ്പ് കൂടി ആപ്പിളിൻ്റെ വാങ്ങിയിട്ട് വെക്കും. അതിനുശേഷം നമ്മൾ വിചാരിക്കും എന്തിനാണ് കുറക്കുന്നത്, ഐപാഡും കൂടി വാങ്ങിയാൽ പോരെ. ഐപാഡും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ആ എക്കോ സിസ്റ്റം കംപ്ലീറ്റ് ആയി. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഐപാഡും കൂടി വാങ്ങും. ആ ഐപാഡ് കൂടി വാങ്ങിക്കഴിയുമ്പോൾ കംപ്ലീറ്റായി നിങ്ങളൊരു മനോരോഗിയായി കഴിഞ്ഞിരിക്കുന്നു. യെസ്, ഈ ഒരു മനോരോഗത്തിൻ്റെ പേരാണ് ഡിട്രോയ് എഫക്റ്റ്. ഈ ഡിട്രോയ് എഫക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് വന്നത് എന്ന് കാണാം. 18-ാം നൂറ്റാണ്ടിൽ ഒരു ഫ്രഞ്ച് തത്വചിന്തകൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഡെന്നിസ് ഡിട്രോയ്. അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൻ്റെ പേരാണ് റിഗ്രറ്റ് ഓൺ പാർട്ടിങ് വിത്ത് മൈ ഓൾഡ് ഡ്രസ് ഗൗൺ. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയ പുതിയൊരു ഡ്രസ്സ് കൊണ്ട് അദ്ദേഹത്തിന് പഴയ ഡ്രസ്സുകളോട് താല്പര്യം കുറഞ്ഞു. അദ്ദേഹം പഴയ ഡ്രസ്സുകളൊക്കെ കൊണ്ടേ കത്തിച്ചു. കത്തിക്കൽ കളഞ്ഞു, കത്തിച്ചു നമുക്ക് പറയാം. സോ കത്തിച്ചു. അങ്ങനെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ വിചാരിച്ചു അവിടെ നിന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫർണിച്ചർ അത്ര പോരാണെന്ന് തോന്നി. അദ്ദേഹം ആ ഫർണിച്ചറൊക്കെ കൊണ്ടുപോയിട്ട് അതും കത്തിച്ച് കളഞ്ഞു. അത് വിറ്റ് കളഞ്ഞു. അങ്ങനെ അതും വിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം പുതിയതാക്കി. ചുമരുകളുടെ ചിത്രങ്ങളൊക്കെ മാറ്റി അത് പുതിയതാക്കി. ഈ ഒരു എഫക്റ്റിന് അദ്ദേഹം തന്നെ ഇട്ടൊരു പേരാണ് ഡിട്രോയ് എഫക്റ്റ്. നിങ്ങൾക്ക് പുതിയൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ മറ്റു പ്രൊഡക്റ്റുകൾ, നിങ്ങളുടെ കൈകളിലുള്ള മറ്റു പ്രൊഡക്റ്റുകൾ വളരെ മോശമാണെന്ന് കരുതുക, തോന്നുക, എന്നിട്ടത് കളയുക, എന്നിട്ട് പുതിയത് വാങ്ങുക. ഇതിനെന്തായാലും നിങ്ങൾ അടിമപ്പെടാം. സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സോ നിങ്ങൾ മനോരോഗിയാണോ അല്ലയോ എന്ന് കമൻറ്റിൽ വന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.